സന്ദേശകാലി അതിക്രമത്തിൽ മമതാ സർക്കാരിന് കനത്ത തിരിച്ചടി. സിബിഐ അന്വേഷണത്തിന് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന അക്രമവും സിബിഐ അന്വേഷിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, പശ്ചിമ ബംഗാളിലെ സന്ദേശകാലിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ അതിക്രമങ്ങൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണം CBI ഏറ്റെടുക്കണം എന്നതാണ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരത്തെ ഈ കേസ് അട്ടിമറിക്കാനും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണം മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്താനുമുള്ള വലിയ ശ്രമം മമതാ ബാനർജി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ വിവിധ ഹർജികൾ CBIക്കോ മറ്റ് കേന്ദ്ര ഏജൻസികൾക്കോ ഇത് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുകയും ഒപ്പം ഈ കേസ് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമം മാത്രമല്ല, ഒപ്പം ഈ കൃഷിഭൂമി അനധികൃതമായി പിടിച്ചെടുക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വലിയ ആരോപണം ഈ ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കൾക്കെതിരെ ഉയർന്നിരുന്നു. ഒപ്പം സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമം, കൃഷിഭൂമി തട്ടിയെടുക്കൽ, കൂടാതെ നേരത്തെ തന്നെ CBI അന്വേഷണം ആരംഭിച്ച ഒരു കേസാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള അക്രമം. അങ്ങനെ ഈ 3 സംഭവങ്ങളാണ് CBI ഈ സന്ദേശകാലിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോകുന്നത്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം, അതായത് സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുകയും അതോടൊപ്പം തന്നെ ഭൂമി ധാരാളം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന മാടമ്പിത്തരമാണ് ഇയാളുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിലെ സന്ദേശകാലി എന്ന ദ്വീപിൽ നടന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു, ഗൗതം, അതുപോലെ തന്നെ ഇത്തരത്തിൽ കൂടുതൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാധ്യത കൂടി നിലനിൽക്കുകയല്ലേ? ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വരും ദിവസങ്ങളിൽ റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്കും CBI കടന്നേക്കാമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം ഷാജഹാൻ ഷെയ്ഖ് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഇയാളെ അനുഗമിക്കുന്ന ധാരാളം ക്രിമിനലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ജനജീവി സംഘം തന്നെ അവിടെ പോയി നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്ത്രീകൾക്ക് നേരെ വലിയ തോതിലുള്ള ലൈംഗിക ചൂഷണ പ്രവർത്തനങ്ങളാണ് ഈ TMC നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഷാജഹാൻ ഷെയ്ഖിനെ നമുക്ക് കാണാം. എന്നാൽ ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തികളല്ല, ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആ ദ്വീപിൽ വർഷങ്ങളായി തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. TMCയുടെ നേതാവ് എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ വലിയ പിന്തുണയും ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസി കേസ് ഏറ്റെടുക്കുന്നതോടുകൂടി മമതാ ബാനർജിക്കും ഇത് വലിയൊരു തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഈ സന്ദേശകാലി മേഖലയിൽ ലോക്സഭാ ടിക്കറ്റ് BJP നൽകിയിരിക്കുന്നത് സന്ദേശകാലിയിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ദേശീയ തലത്തിൽ തന്നെ സന്ദേശകാലി വിഷയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി നൽകിക്കൊണ്ട് CBI ഈ വിഷയം അന്വേഷിക്കണം എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. സന്ദേശകാലി അതിക്രമത്തിൽ മമതാ സർക്കാരിന് കനത്ത തിരിച്ചടിയാവുകയാണ്. CBI അന്വേഷണത്തിനാണ് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടത്. ഒപ്പം തന്നെ ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന അക്രമവും CBI അന്വേഷിക്കും. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.